ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ്സിൻ്റെ പ്രിലിമിനറി സ്മാർട്ട് എക്സാം നടന്നതിൻ്റെ 25-26 ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം, ദുനിയാവിലെ സുഖങ്ങൾ ഒഴിവാക്കി ജീവിക്കൽ. ദുനിയാവിലെ സുഖങ്ങൾ ഒഴിവാക്കി ജീവിക്കലാണ് സഹാദ എന്നത്. അടുത്തതാ റിള, തൃപ്തി. അപ്പം അതിൻ്റെ വിപരീതം പറയുന്നത് അവിടെ ഓപ്ഷൻ എ സുഹ്ത് എന്നതാണ് അതിൻ്റെ വിപരീതം, അതൃപ്തി. തൃപ്തി എന്നതിൻ്റെ വിപരീതം അതൃപ്തി, സുഹ്ത് എന്നാണ്. അടുത്തത് താഴെ കൊടുത്തവയിൽ പഠിപ്പിച്ചു എന്നർത്ഥമുള്ളത് അല്ലമ, ഖുർആൻ പഠിപ്പിച്ചു എന്ന്. അപ്പോൾ അവിടെ അല്ലമ എന്നതാണ്. അടുത്തത് എന്താണ്? ഔലിയാക്കൾക്കിടയിലെ ഒരു പദവിയാണ് കുത്തുബ് എന്നതാണ് അവിടെ ശരി. അടുത്തത് ദീർഘകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്ത ഒരു സഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. അടുത്തത് അത്യുന്നതരായ മലക്കുകളുടെ സാമീപ്യം ലഭിക്കുന്നവർ. ആരാണ് അത്യുന്നതരായ മലക്കുകളുടെ സാമീപ്യം ലഭിക്കുന്നത്? അവിടെ ഓപ്ഷൻ എ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്കാണ് അത്യുന്നതരായ മലക്കുകളുടെ സാമീപ്യം ലഭിക്കുന്നവർ. അപ്പോൾ അത് എഴുതുക. അടുത്തത് ഓതിത്തീർന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലേണ്ടത് ഏതിനാണ്? സൂറത്തുൽ മുൽക്ക് ഓതി തീർന്നാലാണ്. അപ്പം നമ്മൾ തജ്വീദിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ സൂറത്ത് ഓതി കഴിഞ്ഞാലാണ് എന്തൊക്കെ ചൊല്ലേണ്ടത്. അപ്പോൾ അതൊക്കെ ഇതുപോലെ വരാം, മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ആദ്യമായി വഹി ഇറങ്ങിയ ആയത്തുള്ള സൂറത്തുൽ അലക്കിലേതാണ്, സൂറത്തുൽ അലക്ക്. അടുത്തത് ആദം അലൈഹിസ്സലാമിനെ സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിൽ ഇറക്കിയ സ്ഥലം, അത് ശ്രീലങ്ക. അടുത്തത് നൂഹ് അലൈഹിസ്സലാം ആരുടെ മകൻ്റെ മകനാണ് നൂഹ് അലൈഹിസ്സലാം? ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ പൗത്രനാണ് നൂഹ് നബി അലൈഹിസ്സലാം. അടുത്തത് അസാധാരണ കായിക ശക്തിയും വലിപ്പവും ഉണ്ടായിരുന്ന ഒരു പൗരാണിക സമൂഹം ആരായിരുന്നു? ആദ് ഗോത്രക്കാർക്ക് അസാധാരണ കായിക ശക്തിയും വലിപ്പവും ഉണ്ടായിരുന്നു. മനസ്സിലാക്കുക. അടുത്തത് വിവിധ രാജ്യങ്ങളിൽ പ്രബോധനം നടത്തിയ നബി ആരാണ്? വിവിധ രാജ്യങ്ങളിൽ പ്രബോധനം നടത്തിയത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അത് ജുർഹും ഗോത്രക്കാരുടെ മാതൃരാജ്യം യമൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഖബറുള്ള മദീനത്തുൽ ഖലീലിൻ്റെ മറ്റൊരു പേര് എന്താണ്? ഹിബ്രൂൺ എന്നാണ്. അടുത്തത് സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് സ്വയം ഉണ്ടായവനാവുക എന്നതാണ് ഇവിടെ ഓപ്ഷൻ. അടുത്തത് വലം യകുല്ലഹു കുഫുവൻ അഹദ്. അതിൻ്റെ അർത്ഥം എന്താണ്? വലം യകുല്ലഹു കുഫുവൻ അഹദ്. ഓപ്ഷൻ സി അള്ളാഹുവിന് തുല്യമായി മറ്റൊന്നുമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് ഉപകാരവും ഉപദ്രവവും സംഭവിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. ഈ അർത്ഥമുള്ള നാമം എന്താണ്? അല്ലാഹു അന്നാഫിയ എന്നതാണ് അവിടെ അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് ഹദ്ദാദ് റാത്തീബ് ക്രോഡീകരിച്ച മഹാൻ ഷെയ്ഖ് അബ്ദുല്ലാഹിബ്നു അലവി റളിയല്ലാഹു അൻഹു. അടുത്തത് സൂറത്തുൽ ലുഹ സൂറത്തിലെ ആകെ ആയത്തുകൾ, അതിൽ ആയത്തുകൾ 11. സൂറത്തുൽ ലുഹയിൽ 11 ആയത്തുകളാണ്. അപ്പോൾ അതുപോലെ ഓരോ സൂറത്തിൻ്റെതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ലുഹയുടെ മുമ്പുള്ള സൂറത്ത് ഏത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ഖുർആൻ എന്നൊക്കെ ഏത് ചോദ്യവും പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. അടുത്തത് മനുഷ്യരെ ആപത്തുകളിൽ നിന്ന് കാക്കുന്ന മലക്കുകൾക്ക് ഹഫലത്ത് എന്നാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്താം. അടുത്തത് മുഹറം മാസത്തിലെ ഒരു പുണ്യദിനം, മുഹറം 10 ആഷൂറാ ദിനം. മുഹറം 10 നമ്മൾ ആഷൂറാ ദിനം അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആഷൂറാ ദിനം എന്നത്. അടുത്തത് വഖഫ് ചെയ്യൽ നിർബന്ധം എന്ന് അറിയിക്കാനുള്ള ഖുർആനിലെ ചിഹ്നം. വഖഫ് ചെയ്യൽ നിർബന്ധം എന്നത് അറിയിക്കാനുള്ള ചിഹ്നം, വഖഫിൻ്റെ ചിഹ്നം വരുന്നത് അവിടെ
മീമാണ്, മീമ്. അപ്പോൾ അവിടെ 2 മീമുകളുണ്ട് നമുക്ക്, ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. അപ്പോൾ അതിൽ ഓപ്ഷൻ ഡി ആണ് വഖഫ് ചെയ്യൽ നിർബന്ധമാണെന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. മറ്റത് ഇഖ്ലാബിൻ്റെ മീമാണ്. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ. അടുത്തത് മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പട്ടണം പൊന്നാനിയാണ്. അടുത്തത് മതപരമായ കാര്യങ്ങളിൽ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ തീരുമാനങ്ങൾക്കാണ് മദ്ഹബ് എന്ന് പറയുന്നത്. മതപരമായ കാര്യങ്ങളിൽ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ തീരുമാനങ്ങൾക്ക് മദ്ഹബ് എന്ന് പറയുന്നു. അടുത്ത 25, ഈ സമുദായത്തിൽ വിവിധ മദ്ഹബുകൾ ഉള്ളത് അനുഗ്രഹമാണ് ഇങ്ങനെ പ്രസ്താവിച്ചത്. ആരാണ് ഇങ്ങനെ പ്രസ്താവിച്ചത്? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ആണ് ഇത് പ്രസ്താവിച്ചത്. അടുത്തത് താഴെ കൊടുത്തവയിൽ മുസ്തമലായ വെള്ളം എന്ന് പറഞ്ഞാൽ ഉളൂയിൽ ഉപയോഗിച്ചത്, അതായത് ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ്. അപ്പോൾ അവിടെ ഫർളിൽ ഉപയോഗിച്ച്, ഫർള് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ വന്നത് ആദ്യ തവണ കാൽ കഴുകിയ വെള്ളം, അതാണ് അവിടെ ഫർള് വന്നത്. മുൻകൈ കഴുകിയ വെള്ളം, മഷി കലർന്ന വെള്ളം. മുൻകൈ കഴുകൽ സുന്നത്താണ്, പിന്നെ മഷി കലർന്നത് പകർച്ചയായ വെള്ളമാണ്. പിന്നെ മൂന്നാമത് മുഖം കഴുകിയ വെള്ളം എന്ന് പറഞ്ഞാൽ മുഖം കഴുകൽ ഫർളാണെങ്കിലും 3 തവണ കഴുകൽ സുന്നത്താണ്. ആദ്യ തവണ കാൽ കഴുകി, അപ്പോൾ കാല് കഴുകൽ ഫർളാണല്ലോ. അപ്പോൾ അതാണ് അവിടെ ഓപ്ഷൻ. മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ ശരിയുത്തരം ടിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തത് ഹജ്ജിൻ്റെ അമലുകൾ തുടങ്ങുന്ന ദിവസം. ഹജ്ജിൻ്റെ അമലുകൾ തുടങ്ങുന്നത് ദുൽഹിജ്ജ 8 ഇഹ്റാം ചെയ്യുന്നതോട് കൂടിയിട്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തുടങ്ങും. അപ്പോൾ ദുൽഹിജ്ജ 8 എന്നതാണ് അവിടെ ശരിയായത്. അടുത്തത് മയ്യിത്ത് നിസ്കാരത്തിൽ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യണം. എപ്പോഴാണ് മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ടത്? 3-ാം തക്ബീറിന് ശേഷമാണ് മയ്യിത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അടുത്തത് പുരുഷൻ ഷർട്ടിൻ്റെ കൈ മണിബന്ധത്തിന് താഴേക്ക് ഇറക്കൽ. എന്താണ് അത്? പുരുഷന് കറാഹത്താണ്. പുരുഷൻ ഷർട്ടിൻ്റെ കൈ മണിബന്ധത്തിന് താഴേക്ക് ഇറക്കൽ കറാഹത്താണ്. അടുത്തത് നിസ്കാരത്തിൽ ആദ്യ അവസാനം ഉണ്ടായിരിക്കേണ്ട ഫർള്. ആദ്യ അവസാനം വരെ ഉണ്ടായിരിക്കേണ്ട ഫർളാണ് അവിടെ തുമനീനത്താണ് നിസ്കാരത്തിൻ്റെ ഫർളിൽ ആദ്യം മുതൽ അവസാനം വരെ നിസ്കാരത്തിൽ വേണ്ടത്. അടുത്തത് ഈ ജനറലായിട്ടുള്ള ചോദ്യങ്ങളാണ്, നമുക്ക് ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. അടുത്തത് ക്രൗ ബോയ് എ ഫേമസ് സ്റ്റോറി റൈറ്റൺ ബൈ. ആരാണ് ഈ ക്രൗ ബോയ് എന്ന സ്റ്റോറി എഴുതിയത് എന്നാണ്. ആരാണ്? താറോ യാഷ്മ എന്നിവരാണ് ക്രൗ ബോയ് എന്ന സ്റ്റോറി എഴുതിയത്. കംപ്ലീറ്റ് ദ വേർഡ് വിത്ത് സ്യൂട്ടബിൾ ലെറ്റർ. അവിടെ ഒരു വേർഡ്സ് തന്നിട്ടുണ്ട്, അതിന് യോജിച്ച ലെറ്റർ ഇവിടെ ഏതാണെന്നാണ്. അവിടെ O, E എന്നത് ചേർത്തിട്ട് വേണം എന്നത്. എസ്റ്റൗണ്ടഡ് എന്ന വേർഡ്സ് കംപ്ലീറ്റ് ആക്കണം. ONE എന്നതാണ് അവിടെ ലെറ്റർ വിട്ടത്. അടുത്തത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് റെഗുലർ വെർബ്. അവിടെ ഐ വാണ്ട് ഹർ ഷീ വുഡൻ ബ്രാക്കറ്റിൽ ലിസ്റ്റൺ. അപ്പോൾ അതിന് നമ്മൾ യോജിച്ച വെർബ് കണ്ടെത്തണം. ഓപ്ഷൻ ബി ആണ്. എന്താണ്? വാണഡ് ലിസ്റ്റൺ എന്നതാണ് അവിടെ യോജിച്ചത്. വാൺ എന്നത് വാണഡ്, പിന്നെ ലിസ്റ്റൺ അതുപോലെ തന്നെ ലിസ്റ്റൺ, അതാണ് അവിടെ യോജിച്ചത്. അടുത്തത് അവിടെ ഫിൽ ഇൻ ദ സെൻറ്റൻസ് യൂസിങ് ഇറഗുലർ വെർബ്. അവിടെ തിങ്ക് എന്നതിൻ്റെ ഇറഗുലർ വെർബ് ഏതാണെന്നാണ്. അവിടെ തോട്ട് എന്നതാണ്. ഓപ്ഷൻ സി തോട്ട് എന്നതാണ്. അടുത്തതാ 216 ഘനസെൻറ്റിമീറ്റർ വ്യാപ്തമുള്ള ഇഷ്ടികയുടെ നീളം 12 സെൻറ്റിമീറ്ററും ഉയരം 3 സെൻറ്റിമീറ്ററും എങ്കിൽ വീതി എത്ര എന്നാണ്. എത്രയാണ്? അവിടെ ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്ററാണ്. ഓപ്ഷൻ എ 6 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വീതി വരുന്നത്.
36-ാമത്തെ ചോദ്യം, നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിൽ ഒരു സമചതുരക്കട്ട പൂർണ്ണമായും താഴ്ത്തിയപ്പോൾ 1 ലിറ്റർ വെള്ളം പുറത്തുപോയി എങ്കിൽ ചതുരക്കട്ടയുടെ വശങ്ങളുടെ നീളം എത്രയാണ്? അവിടെ 10 സെൻറ്റിമീറ്റർ എന്നതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. അടുത്തതാ 37, 1/8 ഡിവൈഡ് 3/8. അതിന് ഏറ്റവും യോജിച്ച ഭിന്നരൂപം വരുന്നത് 1/2 എന്നതാണ്. 1/2 എന്നതാണ്. അടുത്തത് 4/10, 6/10 ഇവയെ സംബന്ധിച്ച് താഴെയുള്ള ഏത് പ്രസ്താവനയാണ് ശരി? അതിൽ ഏത് പ്രസ്താവനയാണ് ശരി എന്നതാണ്. അവിടെ ഏതാണ് ശരി? 4/10 വലുതാണ് 6/10, അതാണ് അവിടെ ശരിയായ പ്രസ്താവന. അടുത്തത്, അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന നിറം നീല എന്നതാണ്. അടുത്തത്, കോഷിയോക്കർ രോഗത്തിൻ്റെ മുഖ്യ കാരണം പ്രോട്ടീൻ്റെ കുറവാണ്. തൊലി അതായത് ശരീരത്തിൻ്റെ തൊലി വിണ്ടു കീറുന്നതിന് കാരണം ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലമാണെന്നാണ്? ജീവകം എയുടെ കുറവ് മൂലമാണ്. അടുത്തത്, കീഴ്ത്താടി എല്ലിൻ്റെ പ്രധാന പ്രത്യേകത എന്ത്? കീഴ്ത്താടി എല്ലിൻ്റെ പ്രധാന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തലയോടിനെ ചലിപ്പിക്കാൻ കഴിയുന്ന ഏക അസ്ഥിയാണ് കീഴ്ത്താടി എല്ലിൻ്റെ പ്രധാന പ്രത്യേകത. മനസ്സിലാക്കുക. അടുത്തെന്താണ്? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പേസസിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? ഡാർവിനാണ് അതിൻ്റെ ഗ്രന്ഥകർത്താവ്. അടുത്തത് 44, പുരാതന ഗ്രീസിൻ്റെ പ്രധാന സംഭാവന ലോക രാഷ്ട്രങ്ങളെ രാഷ്ട്രീയമായി സ്വാധീനിച്ചു. അതെന്താണ്? ജനാധിപത്യമാണ്. 45, റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചത് പ്ലാറ്റോ. 46, പുരാതന ഇന്ത്യയിലെ മഹാജനപദങ്ങളിൽ പെടാത്തത് തഞ്ചാവൂരാണ് മഹാജനപദങ്ങളിൽ പെടാത്തത്. ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലാറിയം എന്നത്. ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയാണ് സ്റ്റെല്ലാറിയം. അടുത്തത്, മുറിവ് പറ്റിയാൽ ടെറ്റനസ് കുത്തിവെപ്പിന് അഭികാമ്യമായ സമയം 48 മണിക്കൂറിനുള്ളിലാണ്. 48 മണിക്കൂറിനുള്ളിൽ ആ കുത്തിവെപ്പ് എടുക്കണം. അടുത്തത്, വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206 മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം. അടുത്ത്, ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ വർഷം 1983. 1983. അപ്പോൾ ഇത്രയാണ് 6ാം ക്ലാസ്സിൽ പ്രിലിമിനറി എക്സാം നടന്നതിൻ്റെ ചോദ്യപേപ്പർ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി അടുത്ത എക്സാമിലേക്കൊക്കെ ഇത്രയും ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇതിനോട് സാമ്യമുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.